നമസ്കാരം. ഒരു ദുഃഖകരമായ വാർത്തയാണ്. തലസ്ഥാനത്തെ ആമയിഴഞ്ചാൻ തോട് അവിടെ റെയിൽവേ ശുചീകരണ ജോലിക്ക് വേണ്ടി വിളിച്ചിറക്കിയ ജോയിയെ നിങ്ങൾ മറന്നു. ആ ജോയി റെയിൽവേയുടെ ശുചീകരണ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഒരു സുരക്ഷാ മുൻകരുതലുമില്ലാതെ ആ തോടിനകത്തേക്ക് ഇറങ്ങി ആ മലിനജലത്തിൽപ്പെട്ട് മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇന്ന് 50 ദിവസം തികയാണ്, അഥവാ 1.5 മാസം. എന്താണ് ദുഃഖകരമായ വാർത്ത എന്ന് പറഞ്ഞാൽ 10 പൈസ ആ ഒരു പ്രവർത്തനത്തിന് വിളിച്ച റെയിൽവേ ഇതുവരെ ആ സാധു കുടുംബത്തിന് കൊടുത്തിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ജോലിക്ക് നമ്മൾ ആരെങ്കിലും വിളിക്കുകയാണ്. ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അയാൾക്കൊരു അപകടം പറ്റുകയാണ്. ആ അപകടം പറ്റി ജീവഹാനി സംഭവിച്ചു എന്ന് വിചാരിക്കുക. ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന ചികിത്സാ ചെലവെങ്കിലും നമ്മൾ കൊടുക്കില്ല. അതല്ലേ അതിൻ്റെ ഒരു മാന്യത, മര്യാദ. പക്ഷെ നിർഭാഗ്യവശാൽ നന്മ മരങ്ങളായിട്ടുള്ള വിശ്വഗുരുവിനും അദ്ദേഹം കൊണ്ടു നടക്കുന്ന കേന്ദ്ര സർക്കാരിനും സാധാരണക്കാരെന്നൊക്കെ പറഞ്ഞാൽ ഒരു പുച്ഛമാണ്. അവന്റെ ജീവൻ പോയെങ്കിൽ പോട്ടെ. അതാണ് റെയിൽവേ ഇപ്പോൾ ജോയി എന്ന ആ ശുചീകരണ തൊഴിലാളിയുടെ കുടുംബത്തോട് കാണിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോ വീണ്ടും രാജ്യസഭാ MP ആയിട്ടുള്ള A റഹീം റെയിൽവേ മന്ത്രാലയത്തിന് കത്തയച്ചുകൊണ്ട് ഈ വിഷയത്തിൽ അടിയന്തരമായി നഷ്ടപരിഹാരം നൽകണമെന്ന് വീണ്ടും ആവശ്യപ്പെടുകയാണ്. എപ്പോൾ അന്വേഷിച്ചാലും ഇതിന്റെ കാര്യങ്ങളെല്ലാം പുരോഗമിക്കുകയാണ്. കാര്യം മറക്കണമല്ലോ, ആൾക്കാർ മറക്കണമെങ്കിൽ ഇങ്ങനെ ഏൽപ്പിക്കണം. പിന്നെ നന്മ മരങ്ങളെ കുറിച്ച് പറയാതിരിക്കുകയാണ് നല്ലത്. കാര്യം ഒരു ജോയി ആമയിഴഞ്ചാൻ തോടിൽ വീണിട്ട് 50 ദിവസമായെങ്കിൽ വയനാട് 500ഓളം പേര് മണ്ണിനടിയിൽ പോയ ഒരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ പറഞ്ഞിട്ട് പോലും ഇതുവരെ അത് ചെയ്തിട്ടില്ല. കേവലം ഒരു ആശ്വാസ പാക്കേജ് എന്നുള്ള നിലയ്ക്ക് 10 പൈസ തരാത്ത ദുരന്തന്മാരാണ് അങ്ങ് മുകളിലിരിക്കുന്നത്. ആ ദുരന്തന്മാരെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് A റഹീം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോസ്റ്റാണത്. കാര്യം സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കാനാണല്ലോ ഇവിടെ ശബ്ദങ്ങളില്ലാത്തത്. അവരെ കാര്യത്തിൽ, അതായത് ഇതുവരെ ഒരു BJPയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ ജോയിയുടെ വീട്ടിൽ പോയിട്ടില്ല. കാര്യം അവരുടെ വീഴ്ചയിൽ സംഭവിച്ചു പോയതാണല്ലോ. അതുകൊണ്ട് ആ വഴി പോവില്ല, അല്ലെങ്കിൽ ആ ജീവനൊന്നും ഒരു വിലയില്ല. അല്ലെങ്കിൽ ഈ ശുചീകരണ തൊഴിലാളി, മറ്റേ പിന്നോക്ക കുടുംബത്തിൽപ്പെട്ടവരൊക്കെ നമ്മൾ എന്തിനു പോയി നോക്കണം? ഇതാണ് മനോഭാവം. ഈ മനോഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ കുടുംബത്തിന് ഇതുവരെ ഒരു സഹായവും നൽകാൻ വേണ്ടി ഇവർ ഇടപെടൽ നടത്താത്തത്. എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് MP എന്നുള്ള നിലയ്ക്ക് A റഹീം ഒരു ഉത്തരവാദിത്തം കാട്ടിയിട്ടുണ്ട്. അദ്ദേഹം റെയിൽവേ മന്ത്രിക്ക് കത്തയച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാൻ തോട്ടിൽ റെയിൽവേയുടെ പ്രദേശത്ത് വൃത്തിയാക്കാൻ ഇറങ്ങിയ റെയിൽവേ കരാർ തൊഴിലാളി ജോയ് ദാരുണമായി മരണമടഞ്ഞിട്ട് 50 ദിവസം പിന്നിടുകയാണ്. സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനം നടത്തിയിട്ടും ജോയിയുടെ ജീവൻ രക്ഷിക്കാൻ നമുക്കായില്ല. ജോയിയുടെ കുടുംബത്തോടൊപ്പം ഉണ്ടാകുമെന്ന് സംസ്ഥാന സർക്കാരും തിരുവനന്തപുരം നഗരസഭയും പ്രഖ്യാപിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ജോയിയുടെ അമ്മയ്ക്ക് 10 ലക്ഷം രൂപ ധനസഹായമായി സംസ്ഥാന സർക്കാർ കൈമാറി. തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ അല്ലെങ്കിൽ പോലും ജോയിയുടെ അമ്മയ്ക്ക് വീട് വെച്ച് നൽകാനുള്ള നടപടികൾ തിരുവനന്തപുരം കോർപ്പറേഷനും ആരംഭിച്ചു. എന്നാൽ സംഭവത്തിന്റെ പ്രാഥമിക ഉത്തരവാദികളായ റെയിൽവേ ഇപ്പോഴും മൗനം തുടരുകയാണ്. ജോയിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ട് MP എന്ന നിലയിൽ റെയിൽവേ മന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. പാർലമെന്റിലും വിഷയം ഉന്നയിച്ചിരുന്നു. എന്നാൽ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നുവെന്ന ഒഴുക്കൻ മറുപടി മാത്രമാണ് റെയിൽവേയിൽ നിന്ന് ഇപ്പോഴും ലഭിക്കുന്നത്. തൊഴിലാളികളോടുള്ള റെയിൽവേ മന്ത്രാലയത്തിന്റെ പൊതു മനോഭാവത്തിന്റെ തുടർച്ചയാണിത്. ഒരു കേന്ദ്രമന്ത്രി പോലും ജോയിയുടെ വീട് സന്ദർശിച്ചിട്ടില്ല. ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ ജോയിയെ കേരളം മറക്കുമെന്ന് റെയിൽവേ കരുതുന്നെങ്കിൽ അത് തെറ്റായിപ്പോയി. ആ കുടുംബത്തിന്റെ ഒപ്പം ഓരോ കേരളീയരും ഉണ്ടാകും. റെയിൽവേയുടെ നിരുത്തരവാദപരമായ സമീപനം ചൂണ്ടിക്കാണിച്ച് വീണ്ടും കേന്ദ്രമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. റെയിൽവേയുടെ തൊഴിലാളി വിരുദ്ധ കൊളോണിയൽ മനോഭാവത്തിനെതിരായ പോരാട്ടങ്ങളിൽ കേരളം ഒന്നാകെ ഒന്നിച്ചു നിൽക്കും. ഇതാണ് റഹീം ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്ന കുറിപ്പ്. റെയിൽവേ മന്ത്രിക്ക് കത്ത് എഴുതിയതിനു ശേഷം അതിനെ സംബന്ധിച്ച് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ അറിയിക്കുകയാണ്. കാര്യം റെയിൽവേ അധികൃതർ കരുതുന്നുണ്ട് ഇവർ ഇത് മറന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയല്ല, ആ വിഷയം കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടെന്ന് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഉത്തരവാദിത്തം കാണിച്ചതാണ്. തൊഴിലാളികളോടും സാധാരണക്കാരോടും ഈ പ്രസ്ഥാനത്തിനും അതുമായി ബന്ധപ്പെട്ട ജനപ്രതിനിധികൾക്കും ഉത്തരവാദിത്തമുണ്ടെന്ന്, ആ ഉത്തരവാദിത്തമാണ് ഈ കാണിച്ചിരിക്കുന്നത്. റെയിൽവേക്ക് തൊഴിലാളികളെ സംബന്ധിക്കുന്നിടത്തോളം പലയിടങ്ങളിലൊക്കെ പല അപകട മരണങ്ങൾ ഉണ്ടായാലും അതൊക്കെ അവന്റെ വിധി എന്നുള്ള നിലയ്ക്ക് തള്ളിക്കളയുക, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വലിയ സമ്പന്ന കുടുംബങ്ങളോ അല്ലെങ്കിൽ തറവാട്ടി പിറന്നവരുടെ പ്രശ്നങ്ങളിൽ മാത്രം ഇടപെടാൻ ജാഗ്രത പുലർത്തുന്ന കേരളത്തിലെ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് ജോയ് എന്ന സാധാരണക്കാരന്റെ ജീവിതത്തിൽ ഈ രീതിയിൽ ഒരു അലംഭാവം കാണിക്കുന്നത്, അല്ലെങ്കിൽ അവരോട് ഒരു അയിത്ത രീതി പ്രകടിപ്പിക്കുന്നത്.
50 ദിവസമായിട്ട് പോലും ആ സാധാരണക്കാരായ കുടുംബത്തിന് എന്തെങ്കിലും ഒരു സഹായം, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയുള്ള ഒരു 10 രൂപയെങ്കിലും, ഒരു ചായ വാങ്ങിച്ചു കുടിക്കാനുള്ള 10 രൂപയെങ്കിലും കൊണ്ട് കൊടുത്തിരുന്നെങ്കിൽ അന്തസ്സുണ്ടായിരുന്നു. ഇത് വിളിച്ചിറക്കി കൊന്നു, എന്നിട്ട് അറിയാത്ത ഭാവത്തിന് നടക്കുന്നു. എങ്ങനെയുണ്ട്? നിങ്ങളെ കുടുംബത്തിലുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതുപോലുള്ള ആൾക്കാർ ഇങ്ങനെയാണോ കാണിക്കേണ്ടത്? നമ്മൾ വിളിച്ചുകൊണ്ട് പോയ ഒരാൾക്ക് എന്തെങ്കിലും പറ്റിയാൽ അവർക്ക് ഉത്തരവാദിത്തമില്ലാത്ത രീതിയിൽ പെരുമാറുന്നുണ്ടെങ്കിൽ ഈ നന്മ മരങ്ങൾ എന്നൊക്കെ വാഴ്ത്തിപ്പാടുന്നവരുണ്ടല്ലോ, ഇതൊക്കെ PR വർക്കിനും അല്ലെങ്കിൽ ഫോട്ടോയും വീഡിയോയും അടിച്ചിറക്കുന്നതിനപ്പുറം ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തവരാണെന്നും സാധാരണക്കാരന്റെ പ്രശ്നത്തിൽ ഇടപെടാൻ അവർക്ക് മനസ്സില്ല എന്നതിന് ഇതിനേക്കാൾ വലിയ ഉദാഹരണം എന്താണ് വേണ്ടത്?